താൻ ശരിക്കും ഇന്ത്യക്കാരനാണോ? ഇത് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് മറ്റാരുമല്ല, ഇന്ത്യയുടെ പരമോന്നത സുപ്രീം കോടതിയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ പോലെ തന്നെ വളരെ പ്രസക്തമായ ഭരണ കാര്യങ്ങൾ ഇടപെടാൻ കഴിവുള്ള ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് അത്തരത്തിലുള്ളൊരു പദവിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, തുടർച്ചയായി മണ്ടത്തരങ്ങൾ പറയുന്ന, രാജ്യദ്രോഹപരമായി നിഗമനങ്ങളിലെത്തുന്ന, അതിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്ന ഒരാളായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. 2022 ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ എടുത്തു കുടഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി. രാഹുലിനെതിരെയുള്ള അപകീർത്തി കേസിന്റെ നടപടികൾ സ്റ്റേ ചെയ്തതിനൊപ്പമായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം. ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് ചൈനീസ് സൈനികരുമായി ഇന്ത്യൻ സൈന്യം ഏറ്റുമുട്ടിയെന്നും അക്രമാസക്തമായ ഏറ്റുമുട്ടലിനെ കുറിച്ചും, അതുമാത്രമല്ല ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ ചൈനീസ് അധികൃതർ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ രാഹുലിന്റെ പരാമർശങ്ങളോട് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് AG മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ച് ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത്. 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂപ്രദേശം ചൈന അനധികൃതമായി കയ്യേറിയെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴടങ്ങലാണെന്നും അദ്ദേഹം അന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന പിടിച്ചെടുത്തുവെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തില്ലായിരുന്നു എന്നാണ് രാഹുലിന്റെ പരാമർശങ്ങളെക്കുറിച്ച് ജസ്റ്റിസ് ദത്ത പറഞ്ഞത്. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വിശ്വസനീയമായ തെളിവുകൾ ഉണ്ടോ എന്നാണ് കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത്. ആർട്ടിക്കിൾ 19 ഒരാൾക്ക് തന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ രാജ്യത്തിനെതിരായ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അതിന്റെ പരിധിയിൽ വരുന്നതേയില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരുവശത്തും ആളപായം ഉണ്ടാകുന്നത് അസാധാരണമാണോ എന്നൊക്കെ കോടതി ചോദിക്കുന്നുണ്ട്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഇക്കാര്യം എന്തുകൊണ്ട് പാർലമെന്റിൽ ഉന്നയിച്ചുകൂടാ എന്നാണ് കോടതി ചോദിക്കുന്നത്. 1962 യുദ്ധത്തിന് ശേഷം ചൈനീസ് സൈന്യത്തിന്റെ പ്രത്യക്ഷമായ കയ്യേറ്റമൊന്നും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് രേഖകൾ പറയുന്നത്. അരുണാചൽ പ്രദേശിന്റെ ഒരു ഭാഗവും ചൈന കൈവശപ്പെടുത്തിയിട്ടില്ലെന്നും ഔദ്യോഗിക ഇന്ത്യൻ സോഴ്സുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇതിനായി ഔദ്യോഗിക ഇന്ത്യൻ സ്രോതസ്സുകളുണ്ട്, സൈനിക പ്രസ്താവനകളുണ്ട്, വിദേശകാര്യ മന്ത്രാലയം ഇത് ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതിർത്തിയിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുക എന്നത് സത്യമാണ്, സ്വാഭാവികവുമാണ്. 2022 ഈ തവാങ്ങിൽ നടന്ന യാങ്സെ ഏറ്റുമുട്ടലിൽ ഇരുവിഭാഗത്തിനും പോരാട്ടം അല്ലെങ്കിൽ പരിക്കുകളും ഒക്കെ ഉണ്ടായി. എന്നാൽ ഈ സംഭവത്തിന് ശേഷം പോലും ഒരു ഭൂമിയും ഇന്ത്യയുടേതായി അവർ കൈവശപ്പെടുത്തിയിട്ടില്ല. ഇതാണ് രേഖകൾ പറയുന്നത്. 1986-87 സിംഡറോങ് ചു സംഘർഷം പോലുള്ള മുൻകാല തർക്കങ്ങളിൽ പോലും ഒരു പ്രദേശവും വിട്ടുകൊടുക്കാതെ എങ്ങനെയാണോ അതിനു മുൻപ് ഇന്ത്യയുടെ സ്ഥിതി ഉണ്ടായിരുന്നത്, തൽസ്ഥിതികൾ അതേ അവസ്ഥയിൽ തുടരുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ സർക്കാർ ഏജൻസികളും കോടതികളും അധിനിവേശ അവകാശവാദങ്ങൾ പൂർണ്ണമായും നിരസിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ സംഘർഷങ്ങളുണ്ട് എന്നത് സത്യമാണ്, പക്ഷേ സംഘർഷങ്ങൾ ഏതെങ്കിലും ഒരു കയ്യേറ്റത്തിൽ കലാശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ പൂർണ്ണമായി എതിർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൈന അരുണാചൽ പ്രദേശിൽ 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം കൈവശപ്പെടുത്തിയെന്നും ഇന്ത്യൻ സൈനികരെ മർദ്ദിച്ചെന്നും ആരോപിച്ച് രാഹുൽ ഗാന്ധി 2022 നടത്തിയ പ്രസ്താവനയാണ് നിലവിൽ പ്രശ്നമാവുന്നത്. പത്രസമ്മേളനങ്ങൾ നടത്തിയും സോഷ്യൽ മീഡിയയിലൊക്കെ അടക്കം ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ വിരമിച്ച ഡയറക്ടർ ജനറൽ ഉദയ് ശങ്കർ ശ്രീവാസ്തവ വാരണാസിയിൽ ക്രിമിനൽ മാനനഷ്ട കേസൊക്കെ ഫയൽ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 499-500 വകുപ്പുകൾ പ്രകാരം വിചാരണ കോടതി രാഹുൽ ഗാന്ധിക്ക് എന്ന സമൻസ് അയച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഈ ഉത്തരവിനെ അലഹബാദ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. എന്നാൽ 2025 മെയ് 29 ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഹർജി തള്ളി. പരാതി നിലനിൽക്കാവുന്നതാണെന്നും സംസാര സ്വാതന്ത്ര്യം മാനനഷ്ട കേസുകളിൽ നിന്നും പ്രതിരോധം നൽകുന്നില്ല എന്നായിരുന്നു വിധി വന്നത്. ഇതാണ് ഒടുക്കം സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതി പരാമർശത്തിൽ പ്രിയങ്ക ഗാന്ധി വലിയൊരു മണ്ടത്തരവുമായി വീണ്ടും എത്തിയിട്ടുണ്ട്. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരെന്ന് ജഡ്ജിമാർ തീരുമാനിക്കേണ്ട, കോടതി പരാമർശത്തോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു, സർക്കാരിനെ ചോദ്യം ചെയ്യുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കടമയെന്നാണ് പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ പറഞ്ഞത്. സൈന്യത്തെ രാഹുൽ ഗാന്ധി അപമാനിച്ചിട്ടില്ലെന്നും പ്രിയങ്ക ആവർത്തിക്കുന്നുണ്ട്. നോക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലെ തന്നെ പ്രസക്തമായ റോളിലുള്ള ഒരാളാണ് പ്രതിപക്ഷം എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അനീതികൾ അല്ലെങ്കിൽ എന്താണോ ഭരണപക്ഷം നടത്തുന്ന ഭരണകൂട ഭീകരത അല്ലെങ്കിൽ അഴിമതി അല്ലെങ്കിൽ അവർ നടത്താത്ത കാര്യങ്ങൾ, അവർ നിലവിൽ കൊണ്ടുവരാത്ത പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷമുള്ളത്. പക്ഷേ രാജ്യത്തിനെതിരായി തന്നെ ഒരു പ്രതിപക്ഷം മാറുന്ന കാഴ്ചയാണ് ഇന്ത്യയിലുള്ളത്. അത് നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. അരുണാചൽ പ്രദേശൊക്കെ അല്ലെങ്കിൽ ഈ ചൈന ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയൊക്കെ കൈവശം വെച്ചിരിക്കുന്നു എന്നതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം ഇന്ത്യയിലേക്ക് എത്ര റഫേൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര ഇന്ത്യക്കാരെ നഷ്ടപ്പെട്ടു, എന്തിനാണ് പാകിസ്ഥാനെ ആദ്യമേ ഈ വിഷയങ്ങളൊക്കെ അറിയിച്ചത്,
ഇന്ത്യ പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ എന്തിനാണ് വെടിനിർത്തൽ തയ്യാറാക്കിയതെന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി ഒരു പക്വതയുമില്ലാത്ത രാഷ്ട്രീയ നേതാവിൻ്റെ രീതിയിലേക്കാണ് അധപ്പതിച്ചത്. ഇത് നമുക്ക് വളരെ വ്യക്തവുമാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരെ നടത്തുന്ന പരാമർശങ്ങളാണ് പാകിസ്ഥാനിലടക്കമുള്ള മാധ്യമങ്ങളിൽ അവരെടുത്ത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ നടത്തുന്നത്. അതായത് ഇന്ത്യക്കെതിരെയുള്ള ഹെയ്റ്റ് പ്രൊപ്പഗൻഡ രാഹുൽ ഗാന്ധിയുടെ വീഡിയോകൾ എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന പാകിസ്ഥാൻ മാധ്യമങ്ങൾ നിരവധിയായുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിയെ പിന്താങ്ങുന്നവർ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ വിരുദ്ധത പറയുക എന്നതല്ല ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മം. ഇന്ത്യക്ക് പൂർണ്ണമായും അർത്ഥത്തിൽ നല്ല രീതിയിൽ മികച്ച രീതിയിൽ ഭരിക്കാൻ ഭരണപക്ഷത്തെ കൂടി സഹായിക്കുന്നൊരു ധർമ്മം കൂടിയുണ്ട്. അവർക്ക് വരുന്ന വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അത്തരത്തിലുള്ള വീഴ്ചകളെ എടുത്തു ഉയർത്തിക്കൊണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം അവരുടെ സർഗാത്മകമായ ഇടപെടൽ നടത്തേണ്ടത്. അല്ലാതെ കേവലം കേന്ദ്ര സർക്കാർ എന്ത് ചെയ്താലും എതിർക്കുക എന്ന തരത്തിലേക്കാണ് അധപ്പതിക്കുന്നതെങ്കിൽ അതിന് ഭാവിയിലും വലിയ വില കൊടുക്കേണ്ടി വരും. അതൊരു പക്ഷേ എല്ലാ കാലത്തേക്കും ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് സ്വപ്നം കാണാനുള്ള സുവർണ്ണ അവസരം കൂടി കൊടുത്തേക്കാം.